നമ്മൾ ഇന്ന് നടന്ന അതായത് 19/3/2024 നടന്ന +1 അക്കൗണ്ടൻസിയുടെ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക, ദ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷന് സപ്പോർട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡോക്യുമെൻ്ററി എവിഡൻസിന് എന്താണ് പറയുന്നതെന്നാണ് വൗച്ചർ എന്നാണ് പറയുന്നത്. ഡാഷ് കൺസെപ്റ്റ് ഈസ് കോൾഡ് പ്രൂഡൻസ്. പ്രൂഡൻസ് എന്നറിയപ്പെടുന്ന ആ ഒരു ബിസിനസ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഏതാണ്? കൺസർവേറ്റിസം ആണല്ലേ. കൺസർവേറ്റിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ് നമ്മൾ പ്രൂഡൻസ് എന്നും പറയുക. ദെൻ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. സാധാരണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. ഡിപ്പോസിറ്ററാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കസ്റ്റമറാണ് അത് തയ്യാറാക്കുന്നത് അല്ലേ. റോങ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട്. അക്കൗണ്ടിൽ ബാലൻസ് ചെയ്യുമ്പോൾ തെറ്റിപ്പോവുക, ക്ലറിക്കൽ മിസ്റ്റേക്ക്, അത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് എറർ ഓഫ് കമ്മീഷനിലാണ് അല്ലേ. എറർ ഓഫ് കമ്മീഷനാണ്. ദെൻ ഡാഷ് റിസർവ് ഈസ് റിട്ടൻഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് നോട്ട് മെൻറ്റ് ഫോർ സ്പെസിഫിക് പർപ്പസ്. ഏതെങ്കിലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടി അല്ലാതെ പൊതുവായ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പ്രോഫിറ്റിൻ്റെ വീതം നീക്കി വയ്ക്കുന്ന റിസർവിന് പറയുന്ന പേര് ജനറൽ റിസർവ് എന്നാണ് പറയുന്നത് അല്ലേ. അടുത്തത് 6, എക്സ്പെൻസസ് ഇൻകേർഡ് ടു മെയിൻറ്റെയിൻ ഫിക്സഡ് അസറ്റ്. നമ്മളൊരു ഫിക്സഡ് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിരുന്നെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. പക്ഷേ ഫിക്സഡ് അസറ്റിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി നമ്മൾ റിപ്പയറിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക, അതായത് ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ് അല്ലേ. അതാണ് ഉത്തരം. അടുത്തായിട്ട് നോക്കുക, ക്ലോസിംഗ് സ്റ്റോക്ക് ഗിവൺ ഇൻസൈഡ് ദ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ഒരു കുട്ടി സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരമായിട്ട് കൊടുത്തിരുന്നത് ബാലൻസ് ഷീറ്റിലാണ് കൊടുക്കേണ്ടത് അല്ലേ. ട്രയൽ ബാലൻസിന് ഉള്ളിൽ തന്നിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് അത് ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി, ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ട. അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്ലോസിംഗ് സ്റ്റോക്ക് തരുമ്പോഴാണ് അങ്ങനെ രണ്ട് സ്ഥലത്ത് കാണിക്കേണ്ടത് അല്ലേ. നമുക്ക് അടുത്തത് നോക്കുക, ഫിൽ ഇൻ ദ ടേബിൾ. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നത് അല്ലേ. ക്യാപിറ്റലും ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും, എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത് അല്ലേ. ദെൻ ഇൻകം എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുക? ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്, ഇൻകം കൂടുമ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ദെൻ ലൈബിലിറ്റീസ് ഡിക്രീസ് ചെയ്യുമ്പോൾ, ലൈബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, ലൈബിലിറ്റീസ് ഡിക്രീസ് ചെയ്യുമ്പോൾ കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ. അതാണ് അതിൻ്റെ ആൻസർ. നമുക്ക് അതിൻ്റെ ആൻസർ കീയുടെ നോക്കാം. ഇതിൽ ആൻസർ ഇൻക്രീസ്, ക്രെഡിറ്റ്, ഇൻക്രീസ്, ഡെബിറ്റ് ആ കാര്യം കൊടുത്തിരിക്കുന്നു നോക്കുക. ഇനി ഗീവ് ജേണൽ എൻട്രി ഫോർ ദി ഗിവൺ ട്രാൻസാക്ഷൻ ഓഫ് അരുൺ ലിമിറ്റഡ് ലൊക്കേറ്റഡ് ഇൻ പാലക്കാട്. നമുക്ക് SGSTയും CGSTയും എല്ലാം വന്നിരിക്കുന്ന GSTയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നമ്മുടെ ചാനലിൽ ഈ ക്ലാസ്സുകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് +1 അക്കൗണ്ടൻസിയുടെ പുതിയ ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. അടുത്ത വർഷത്തെ, അതായത് ഇപ്പോൾ +1 പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്, നോക്കി നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ്, ജേണൽ എൻട്രി എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മെഷീനറി നമ്മൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്, എത്ര രൂപയുടെ മെഷീനറിയാണ്? 90,000 ആണല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ 90,000-ൻ്റെ 9% SGSTയും 90,000-ൻ്റെ 9% CGST അല്ലേ. അപ്പോൾ രണ്ടും ടാക്സ് ആയിട്ട് വരും. ആ എമൗണ്ടോടും കൂടിയ തുകയായിരിക്കും നമ്മൾ ക്യാഷായിട്ട് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ടത്. നോക്കുക, മെഷീനറി അക്കൗണ്ട് ഡെറ്റർ അത് 90,000 എന്ന് തന്നെ എഴുതുക. ദെൻ ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് SGSTയും ഇൻപുട്ട് CGST ആണ് വരുന്നത്, അത് ഡെബിറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ 90,000-ൻ്റെ 9% 8,100 അത് ഇൻപുട്ട് SGST. ദെൻ അതുപോലെ തന്നെ 9% CGST ഉണ്ടല്ലേ, അത് വീണ്ടും 8,100. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ടല്ലേ ആ ഒരു തുക 1,06,200 ആണ് നമ്മൾ ക്യാഷായിട്ട്, ടു ക്യാഷ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. റൈറ്റ്, ഇനി 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് ഉള്ള പല ഒബ്ജക്റ്റീവ്സിൽ ഏതെങ്കിലും 2 എഴുതുക. അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി, എറേഴ്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി, ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷന് വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടി അല്ലേ. ദെൻ കാൽക്കുലേറ്റ് ദ ഡിപ്രീസിയേഷൻ ഫ്രം ഗിവൺ ഇൻഫർമേഷൻ. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലമാണ്. കോസ്റ്റ് ഓഫ് മെഷീനറി തന്നിട്ടുണ്ട്, ഇൻസ്റ്റലേഷൻ ചാർജസ് തന്നിട്ടുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ. ഇത്രയാണ്, അതായത് കോസ്റ്റ് ഓഫ് മെഷീനറി. ആ മെഷീനറി എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ഇൻസ്റ്റലേഷൻ ചാർജസും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എല്ലാവരും കൂടും. അപ്പോൾ ഇതെല്ലാം കൂട്ടുക. അതിനുശേഷം അതിൽ നമ്മൾ സ്ക്രാപ്പ് വാല്യൂ, ആ കൂട്ടിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ കുറയ്ക്കണം അല്ലേ. എന്നിട്ട് ഡിവൈഡഡ് ബൈ 8 years. അപ്പോൾ നമുക്ക് ഓരോ വർഷവും ചാർജ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് കിട്ടും. നോക്കുക, കൊടുത്തിരിക്കുന്ന നോക്കുക, കോസ്റ്റ് ഓഫ് അസറ്റ് ഇത്രയും നമ്മൾ ആഡ് ചെയ്തു. അതിനകത്ത് -4,000 സ്ക്രാപ്പ് വാല്യൂ കുറച്ചു, ഡിവൈഡ് ബൈ 8 അല്ലേ. അപ്പോൾ 48,000 ഡിവൈഡ് ബൈ 8 6,000 ആണ് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് വരുന്നത്. റൈറ്റ്, ഇനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിൽ വ്യത്യാസം. നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി കൂടുന്നു.
റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ആ ഏണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് അല്ലേ, ഫിക്സ്ഡ് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കണ്ടു. അതിന് വേണ്ടിയാണത്. നോൺ റെക്കറിംഗ് ആയിട്ടുള്ള എക്സ്പെൻസാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എപ്പോഴും ഉണ്ടാവുന്നതല്ല. കാരണം ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ഫിക്സ്ഡ് അസറ്റ് വാങ്ങുന്നതൊക്കെ റെക്കറിങ്, അത് ആവർത്തിച്ചുണ്ടാകുന്നതല്ല. പക്ഷേ റെക്കറിംഗ് ഇൻ നേച്ചറാണ്. അത് നമുക്ക് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വീക്കിലൊക്കെ ഉണ്ടാകുന്ന തരത്തിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഓരോ മാസത്തിലും ഉണ്ടാകുന്ന ടൈപ്പുള്ള എക്സ്പെൻസാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഉദാഹരണത്തിന് സാലറി കൊടുക്കുക, വേജസ് കൊടുക്കുക, കമ്മീഷൻ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് മോർ ദാൻ 1 ഇയർ, ഒന്നിൽ കൂടുതൽ വർഷങ്ങളിലേക്ക് അത് നീണ്ടു നിൽക്കും. നോർമലി വിത്തിൻ ഇയറാണ് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ വ്യത്യാസമാണ് നമുക്ക് എഴുതാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ എനി 3 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ഏതെങ്കിലും 3 റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പയറബിലിറ്റി അല്ലേ, അതിലേതെങ്കിലും 3 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 മാർക്കിൻ്റെയാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്. 3 കാര്യങ്ങളാണ് നമ്മളോട് വിശദീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ 3 ഓരോ സെൻറ്റൻസ് വെച്ച് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദി ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. ബിസിനസ് ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം, ദീർഘകാലത്തേക്ക് നിലനിൽക്കുമെന്നുള്ള കോൺസെപ്റ്റാണ്. ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എവറി ട്രാൻസാക്ഷൻ ഹാസ് ഡുവൽ എഫക്റ്റ് ഓർ 2-fold എഫക്റ്റ്. റിസീവിങ് എഫക്റ്റ് ഉണ്ട്, അതായത് ഡെബിറ്റ് എഫക്റ്റും ഗിവിങ് എഫക്റ്റും ഉണ്ട് അല്ലേ. ക്രെഡിറ്റ് ആസ്പെക്റ്റും, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ 2 ആസ്പെക്റ്റ് ഉണ്ട് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ മാച്ചിങ് കോൺസെപ്റ്റ് ഉണ്ട്. മാച്ചിങ് കോൺസെപ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് എക്സ്പെൻസ് ഇൻകേർഡ് ഇൻ ആൻ അക്കൗണ്ടിങ് പീരീഡ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് റവന്യൂ ഡ്യൂറിംഗ് ദ പീരീഡ്. ഒരു വർഷത്തിൽ എക്സ്പെൻസ് നമ്മൾ എടുക്കുമ്പോൾ അതാത് വർഷത്തെ ഇൻകവുമായിട്ട് നമ്മളതിനെ കമ്പയർ ചെയ്യണം അല്ലേ. അതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി അതാണ് ഉപയോഗിക്കേണ്ടത്. പർച്ചേസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വളരെ ഈസി ആയുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് 50 kg 40 രൂപ വെച്ച് അല്ലേ, ഒപ്പം തന്നെ 30 kg ഷുഗർ 25 രൂപ വെച്ച് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് ടോട്ടലിൽ നിന്ന് നമ്മൾ ഒരു ട്രേഡ് ഡിസ്കൗണ്ട് 6% കുറയ്ക്കണം. അടുത്ത വീണ്ടും അഖില ട്രേഡേഴ്സിന് കൊടുത്തിട്ട് നമ്മൾ 10 കിലോഗ്രാം ടീ ബാഗ് അല്ലേ 120 വെച്ച്, അപ്പോൾ 10 × 120. പിന്നെ 20 ബാഗ് ബിസ്ക്കറ്റ് 150 രൂപ വെച്ച്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത്. അത് നമുക്ക് നോക്കുക എങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെ വരച്ചതിന് ശേഷം 50 കിലോ 40 രൂപ വെച്ച് 2000, 30 കിലോ ഷുഗർ 25 രൂപ വെച്ച് 750. അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അതിൻ്റെ 6% അല്ലേ, അതിൻ്റെ 6% 160 രൂപയും കുറയ്ക്കുക. ബാക്കി കിട്ടുന്ന ഔട്ടർ കോളത്തിൽ എഴുതുക. ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് ഒന്നുമില്ല. 10 × 120 1200, 20 × 150 3000 അല്ലേ. അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതിയിട്ട് നമ്മളതിൻ്റെ ടോട്ടൽ അല്ലേ 6785 കിട്ടും അല്ലേ അതിൻ്റെ ടോട്ടൽ. അങ്ങനെ എഴുതി വയ്ക്കുക. ഇനി റൈറ്റ് എനി 3 കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചതാണ്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്, ചെക്ക് ഡിപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് കളക്റ്റഡ്, എമൗണ്ട് ഡയറക്ട്ലി ഡിപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് എക്സെട്രാ കളക്റ്റഡ്. അങ്ങനെ പല ഡിഫറൻസുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ അതിൽ നിന്ന് ഉള്ള ഡിഫറൻസസ് മാത്രം എടുത്തെഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക്, നെറ്റ് പർച്ചേസും നെറ്റ് സെയിൽസും ഒക്കെ തന്നിട്ടുണ്ടോ. നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണം, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ. ഓപ്പണിംഗ് സ്റ്റോക്ക് 1,20,000, പർച്ചേസസ് 1,30,000, ഡയറക്റ്റ് എക്സ്പെൻസ് 28,000 അല്ലേ. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നേരിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 28,000 രൂപ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ. ക്ലോസിംഗ് സ്റ്റോക്ക് 30,000. അപ്പോൾ നമുക്ക് 1,30,000 രൂപ എന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. നമുക്കിനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിച്ചതിന് ശേഷം ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ച് കഴിഞ്ഞാൽ, സെയിൽസിൽ നിന്ന് നമ്മുടെ എക്സ്പെൻസ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് 1,10,000 കിട്ടും. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടെ കുറയ്ക്കണം. അതായത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന എക്സ്പെൻസുകളൊക്കെ ഇല്ലേ, അതാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. നമുക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളായിട്ട് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസും ആണുള്ളത്. അത് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ, രണ്ടും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 50,000 രൂപ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യുക. അടുത്തത് കുറച്ച് കാര്യങ്ങൾ, അതായത് നമുക്ക് ഫൈനൽ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ബാഡ് ഡെപ്റ്റും ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ടും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന ട്രയൽ ബാലൻസ് ഉള്ളിലാണ്. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് വാസ് നോട്ടീസ്ഡ് ദാറ്റ് ഫർദർ ബാഡ് ഡെപ്റ്റ്, അതായത് അഡ്ജസ്റ്റ്മെൻറ്റിൽ 1,500 ഫർദർ ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ട്. 5% പ്രൊവിഷനും ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫൈനൽ അക്കൗണ്ടിൽ എങ്ങനെയാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് വരുന്ന ഐറ്റവും ഒപ്പം തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡും കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നതെന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് 2,500 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെപ്റ്റ് 3,000 രൂപ അല്ലേ. അപ്പോൾ നമുക്ക് പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെപ്റ്റ് 3,000 രൂപ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടെങ്കിൽ, അതായത് ട്രയൽ ബാലൻസിനുള്ളിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ഓൾഡ്
പ്രൊവിഷനാണ് അല്ലേ, അത് നമ്മൾ കുറയ്ക്കേണ്ട ഐറ്റമാണ് അല്ലേ. ഓൾഡ് പ്രൊവിഷൻ നമുക്ക് ഒന്നെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം, അല്ലെങ്കിൽ നമുക്കത് ഡെബിറ്റ് സൈഡിൽ നിന്ന് കുറച്ച് കളയാവുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ബാഡ് ഡെപ്റ്റ് 2500 അവിടെ എഴുതി, അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലേക്ക് ഫർദർ ബാഡ് ഡെപ്റ്റ് 1500 അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു അല്ലേ. പിന്നെ പുതിയ പ്രൊവിഷൻ 5% ഓൺ ഡെപ്റ്റേഴ്സ് അല്ലേ, അതായത് ഡെപ്റ്റേഴ്സിൽ നിന്ന് 38,000 നിന്ന് നമ്മൾ ഫർദർ ബാഡ് ഡെപ്റ്റ് 1500 കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിൻ്റെ 5% അല്ലേ, അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ ഓൾഡ് പ്രൊവിഷൻ 3000 കുറച്ച് കളയുന്നു അല്ലേ. ഇത്രയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. ബാഡ് ഡെപ്റ്റ് എഴുതുന്നു 2500, ആഡ് ഫർദർ ബാഡ് ഡെപ്റ്റ് 1500, ആഡ് ന്യൂ പ്രൊവിഷൻ 1825 അല്ലേ, അതായത് ഫണ്ട് ഡെപ്റ്റേഴ്സിൽ നിന്ന് ഈ ഒരു ഫർദർ ബാഡ് ഡെപ്റ്റ് 1500 കുറച്ച് കിട്ടുന്ന എമൗണ്ടിൻ്റെ എത്ര പെർസെൻറ്റേജാണ് പറഞ്ഞിരിക്കുന്നത്, 5% അല്ലേ. ആ 5% ആണ് 1825. അപ്പോൾ 5825 കിട്ടും. പിന്നെ ഓൾഡ് പ്രൊവിഷൻ 3000 രൂപ, ട്രയൽ ബാലൻസിനുള്ളിലുള്ള പ്രൊവിഷൻ 3000 രൂപ കുറച്ച് 2825 രൂപ. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരിക. ബാലൻസ് ഷീറ്റ് വരുമ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് 38,000 എഴുതുക, ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ഫർദർ ബാഡ് ഡെപ്റ്റ് 1500 പിന്നെ പുതിയ പ്രൊവിഷൻ അല്ലേ, ഈ ഒരു 1825 രൂപ ന്യൂ പ്രൊവിഷൻ കുറച്ച് ചെയ്യുമ്പോൾ 34,675 രൂപയാണ് നമ്മൾ അസറ്റ് സൈഡിലും അതിൻ്റെ വാല്യൂ വരിക. ഇനി താഴെ പറയുന്ന കാര്യങ്ങൾ, ക്യാപിറ്റൽ എന്താണ്, എക്സ്പെൻസ് എന്താണ്, ഡ്രോയിങ്സ് എന്താണ്, കറണ്ട് അസറ്റ് എന്താണെന്ന് ഓരോ വാക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടാണ്. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഏണിംഗ് റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി ബിസിനസ്സിന് ഇൻകർ ചെയ്യുന്ന ചിലവാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ഗുഡ്സോ അല്ലെങ്കിൽ മണിയോ ഓണർ ബിസിനസ്സിൽ നിന്ന് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പിൻവലിക്കുന്നതിനാണ് ഡ്രോയിങ്സ് എന്ന് പറയുക. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് പീരീഡിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന അസറ്റിൻ്റെ വാല്യൂവിനാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് അല്ലേ. യൂഷ്വലി ലെസ് ദാൻ 1 ഇയർ ആയിരിക്കും അതിൽ നിന്ന് നമ്മൾ കിട്ടുന്ന പ്രതീക്ഷിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഷോർട്ട് പീരീഡിലേക്കുള്ള അസറ്റിനെ കറണ്ട് അസറ്റ് എന്നും പറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മാച്ച് ദ ഫോളോവിങ് വേരിഫൈബിൾ, നമുക്ക് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വേരിഫൈബിൾ എവിഡൻസ് എന്ന് വെച്ചാൽ വൗച്ചറാണ് അല്ലേ. മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഇഗ്നിഫിക്കൻ്റ് ഡീറ്റെയിൽസ് ആണ് അല്ലേ, അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യാമെന്നുള്ളതാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ പറയുക. ഗോയിങ് കൺസേൺ വരിക നോക്കുക. ഫിക്സഡ് അസറ്റ് റെക്കോർഡ് അറ്റ് ഒറിജിനൽ കോസ്റ്റിൽ ഫിക്സഡ് അസറ്റ് റെക്കോർഡ് ചെയ്യുന്നതും ഡിപ്രീസിയേഷൻ കൊടുക്കുന്നതൊക്കെ നമുക്ക് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പ്രകാരമാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ ബേസ് ചെയ്തിരിക്കുന്നത് ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് പ്രകാരമാണ് അല്ലേ. then അടുത്ത നോക്കുക, റൈറ്റ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഫോർ ദി ഫോളോവിങ് ട്രാൻസാക്ഷൻ. താഴെ പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കമൻസ്ഡ് ബിസിനസ് കമൻസ് ചെയ്യുമ്പോൾ ക്യാഷ് കൂടുന്നു, ക്യാപിറ്റൽ കൂടുന്നു അല്ലേ. അപ്പം നമുക്ക് ആദ്യം എന്താണെന്ന് പറയാം, എന്നിട്ട് ജസ്റ്റ് ഞാനൊന്ന് അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണിച്ചു തരാം. പർച്ചേസ്ഡ് മെഷീനറി വാങ്ങിക്കുമ്പോൾ മെഷീനറി എന്ന് പറഞ്ഞ അസറ്റ് കൂടുന്നു, ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കുറയുന്നു. പർച്ചേസ്ഡ് ഗുഡ്സ് സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ് കൂടും, ഒപ്പം തന്നെ ക്രെഡിറ്റർ എന്ന് പറയുന്ന ലൈബിലിറ്റിയും കൂടുന്നു അല്ലേ. ദെൻ സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹6,000 ഫോർ ക്യാഷ്. ഗുഡ്സ് വിൽക്കുകയാണ് 6,000 രൂപയുടെ ഗുഡ്സ്, അപ്പോൾ സ്റ്റോക്കിൽ 6,000 രൂപ കുറയുന്നു, ക്യാഷിന് 8,000 രൂപ കൂടുന്നു, ക്യാപിറ്റലിൽ ലാഭമാണ് അല്ലേ, അതുകൊണ്ട് ക്യാപിറ്റലിൻ്റെ കൂടെ 2,000 രൂപ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 2,000 രൂപ കൂടുന്നു അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷനിൽ കാണിക്കേണ്ടത്. നോക്കുക, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽഡായിട്ട് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കണ്ട് കൂടുതൽ പഠിക്കാം. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനാണ്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ബാലൻസ് തന്നിട്ടുണ്ട്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് അല്ലേ, അതെന്ത് ചെയ്യണം, അത് ഈ ഒരു ക്യാഷ് ബുക്ക് ബാലൻസിൻ്റെ കൂടെ കൂട്ടേണ്ട ഐറ്റമാണ് അല്ലേ. ചെക്ക് ഡിപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡും ബാങ്ക് ചാർജ് ഡെബിറ്റഡ് ബൈ ബാങ്കും, ഇത് രണ്ടും എന്ത് ചെയ്യണം, കുറയ്ക്കേണ്ട ഐറ്റമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് കിട്ടും. നോക്കുക, 3,700 രൂപ, അതിൻ്റെ കൂടെ 1,800 കൂട്ടുന്നു, 2,200 250 രൂപയും കുറച്ച് 3,050 രൂപ കിട്ടും അല്ലേ. നമുക്ക് ഇതേ രീതിയിലും ന്യൂ മെത്തേഡ് അനുസരിച്ച് അല്ലെങ്കിൽ മോഡേൺ രീതി അനുസരിച്ച് ഇതേ രീതിയിലും ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഓക്കെയാണ്. ഇനി പാസ് റെക്ടിഫിക്കേഷൻ എൻട്രി പാസ്സാക്കാനാണ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം അനിൽ വാസ് പോസ്റ്റഡ് ടു അഹിൽ, പോസ്റ്റിങ്ങിൽ വന്ന ഒരു എററാണ് അല്ലേ. അത് നമുക്ക് ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു അനിൽ എന്നുള്ളതായിരുന്നു, അനിലിൻ്റെ അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് എഴുതണമായിരുന്നു. നമ്മൾ ബൈ ക്യാഷ് എന്ന് പറഞ്ഞാൽ അഖിലിൻ്റെ അക്കൗണ്ടിൽ എഴുതി വെച്ചു, അതാണ് വിഷയം. അപ്പോൾ നമുക്ക് അഖിലിന് നമ്മൾ തിരിച്ച് ഡെബിറ്റ് ചെയ്യണം, അനിലിന് ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അഖിൽ അക്കൗണ്ട് അറ്റഡ് ടു അനിൽ എന്നുള്ള അതിൻ്റെ ജേണലിൽ വരിക. ദെൻ പർച്ചേസ് ബുക്ക് അണ്ടർകാസ്റ്റ് ബൈ 2,000, പർച്ചേസ് ബുക്കിൽ 2,000 രൂപ കുറച്ചാണ്, കൂട്ടിയപ്പോൾ കുറഞ്ഞു പോയെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു സസ്പെൻസ് അക്കൗണ്ട് വെച്ചുകൊണ്ട് നമുക്ക് ജേണലിൽ എഴുതിക്കൊണ്ട് എഴുതാം. അല്ലെങ്കിൽ അണ്ടർകാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണല്ലേ. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസിൽ 2,000 രൂപ കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 2,000 രൂപ കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് 2,000 രൂപ എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലും നമുക്ക് എഴുതാം അല്ലേ, ജേണലിൽ എഴുതാതെ. റിപ്പേഴ്സ് ഓൺ മെഷീനറി 3,000 റോങ്ലി ഡെബിറ്റഡ് ടു മെഷീനറി അക്കൗണ്ട്. നമ്മൾ മെഷീനറിക്കുള്ള ആ ഒരു റിപ്പേഴ്സ് നമ്മൾ മെഷീനറി അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു അല്ലേ. മെഷീനറി അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാൻ പറ്റില്ല, റിപ്പേഴ്സ് അക്കൗണ്ടിലാണ് വരേണ്ടത്. അപ്പോൾ റിപ്പേഴ്സ് അക്കൗണ്ട് അറ്റ് ടു മെഷീനറി അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജേണലിൽ എഴുതണം അല്ലേ.
റിപ്പയേഴ്സ് എന്ന് പറഞ്ഞ് വരേണ്ട ഡെബിറ്റ് വരികയും മെഷീനറി തെറ്റായി വന്ന ഡെബിറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി മെഷീനറി ക്രെഡിറ്റ് ചെയ്യുക. ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ₹5,000 വാസ് 5,000. ഫർണിച്ചർ നമ്മൾ പർച്ചേസ് ചെയ്ത് 5,000 റുപ്പീസിന് പർച്ചേസ് ചെയ്തത്. എന്താണ് ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു പർച്ചേസ് എന്നാണ് അല്ലേ. അതായത് ഫർണിച്ചറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്തു. അതിനർത്ഥം നമ്മൾ ഫർണിച്ചർ വാങ്ങിച്ചത് നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ അതായിരിക്കും ക്വസ്റ്റ്യൻ. പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു, തെറ്റായി ഡെബിറ്റ് ചെയ്തു, ഫർണിച്ചർ അക്കൗണ്ടിലായിരുന്നു നമുക്ക് ഡെബിറ്റ് വരേണ്ടത് അല്ലേ. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു പർച്ചേസ് അക്കൗണ്ട് എന്ന് ജേണലിൽ എഴുതിയാൽ മതി. എറർ ഓഫ് പ്രിൻസിപ്പിളാണ് അല്ലേ. ഇതൊക്കെ എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. AB Limited purchased a plant for ₹4,000 and spent 5,000 for its installation. It is decided to depreciate 10% under return on value method. Prepare plant account for 4 years. 4 വർഷത്തേക്ക് പ്ലാന്റ് അക്കൗണ്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ നമ്മൾ പ്ലാന്റ് വാങ്ങിച്ച എമൗണ്ട് നമ്മൾ പ്ലാന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം അല്ലേ. പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ പ്ലാന്റ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ്. അപ്പോൾ വാങ്ങിച്ച അക്കൗണ്ട് നമ്മൾ പ്ലാന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജും 50,000 രൂപ കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ 4,50,000 രൂപ നമ്മൾ പ്ലാന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു, ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം 4,50,000 കിട്ടി. അപ്പോൾ ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് അല്ലേ. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. ഓരോ വർഷവും ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറഞ്ഞു വരും. 10% ആണ് ഡിപ്രീസിയേഷൻ്റെ ചാർജ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വർഷാവസാനം ഡിസംബർ 31 ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 4,50,000-ൻ്റെ 10% 45,000 എഴുതി. എന്നിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ 4,50,000 കിട്ടി. അത് നമ്മൾ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇവിടെ കാണിക്കും. വീണ്ടും വർഷാവസാനം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 4,50,000-ൻ്റെ 10% അല്ലേ. അതാണ് 40,500 വന്നിരിക്കുന്നത്. അപ്പം ഓരോ വർഷത്തെയും ഓപ്പണിംഗ് ബാലൻസിൻ്റെ എമൗണ്ട് മേലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ബൈ ബാലൻസ് ഇ ഡി നമ്മളതിന് ആ വർഷം വീണ്ടും ബാലൻസ് ചെയ്യുന്നു. ഓപ്പണിംഗ് ബാലൻസായിട്ട് വീണ്ടും എടുത്തെഴുതുന്നു 3,64,500. അതിൻ്റെ ഡിപ്രീസിയേഷൻ അത് ഇൻറ്റു 10% 36,450 ബാലൻസ് ചെയ്യുന്നു. അത് ഓപ്പണിംഗ് ബാലൻസായിട്ട് എഴുതുന്നു. പിന്നെ ആ വർഷം ഡിപ്രീസിയേഷൻ വീണ്ടും 10% അല്ലേ. ഇതിൻ്റെ 10% 32,805. ബാലൻസ് നമുക്ക് 2,90,245 കിട്ടുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റ് അക്കൗണ്ട് നമ്മൾ വരയ്ക്കേണ്ടത്. ആദ്യത്തെ 4 ഇയേഴ്സിലേക്ക് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ 4 വർഷത്തെ വരച്ച് കാണിച്ചിരിക്കുന്നത് അല്ലേ. അടുത്തത് പ്രിപ്പയർ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് 2 ദിവസം മുമ്പ് കൂടി അടുത്തൊരു ക്ലാസ് കൂടി ഇട്ടതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്നിട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകാം. അതിനുശേഷം ഞാൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക് നിങ്ങളെ കാണിച്ചു തരാം അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ബാലൻസ് ക്യാഷും ബാങ്കും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ക്യാഷും ബാങ്കും നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ബാലൻസ് ആണ് അല്ലേ. ടു ബാലൻസ് BD എന്ന് പറഞ്ഞുകൊണ്ട് ഈ 2 എമൗണ്ടുകൾ ക്യാഷ് കോളത്തിൽ 4,000 ബാങ്ക് കോളത്തിൽ 5,000 എഴുതണം അല്ലേ. സെയിൽസ് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് സെയിൽസ് എന്ന് വിചാരിക്കാം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് അല്ലേ. അപ്പോൾ നമുക്ക് ടു സെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് കോളത്തിൽ 20,000 കാണിക്കുക. ചെക്ക് റിസീവ്ഡ് ഫ്രം നൗഷാദ് ആൻഡ് ഡിപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് അല്ലേ. ചെക്ക് നൗഷാദിൽ നിന്ന് കിട്ടി, നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തു ബാങ്കിലേക്ക്. അപ്പോൾ നമുക്ക് അത് ഒരുമിച്ച് എഴുതാവുന്നേ ഉള്ളൂ. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു നൗഷാദ് എന്നൊന്ന് കാണിച്ചാൽ മതി അല്ലേ. അല്ലെങ്കിൽ രണ്ടായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൽ കോൺട്രാൻഡറി വരും. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു നൗഷാദ് എന്നൊന്ന് എഴുതാം. പിന്നീട് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്ന് എഴുതാം. അപ്പോൾ അത് കോൺട്രാൻഡറി ആയിട്ട് മാറും. അപ്പോൾ ഒരുമിച്ച് നമുക്ക് എഴുതേണ്ട ആവശ്യമുള്ളൂ. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു നൗഷാദ് എന്ന് പറഞ്ഞുകൊണ്ട് 6,000. ഷൈനെ കസ്റ്റമർ ഡിപ്പോസിറ്റ് ഇൻ ടു ബാങ്കിലേക്ക് ഒരാൾ ഡയറക്റ്റായിട്ട് ഡിപ്പോസിറ്റ് ചെയ്തു. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷൈൻ അല്ലേ. അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷൈൻ എന്നാണ്. അപ്പോൾ ടു ഷൈൻ എന്ന് പറഞ്ഞ് ബാങ്ക് കോളത്തിൽ 3,000 കാണിക്കുക. ക്യാഷ് ഡിപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് ഒരു കോൺട്രാൻഡറി ആണല്ലേ. അത് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് കോളത്തിൽ നമ്മൾ ബൈ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ബാങ്ക് കോളത്തിൽ എഴുതണം. ടു ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബാങ്ക് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യല്ലേ. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ആണല്ലേ. അപ്പോൾ നമ്മൾ ബൈ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് കോളത്തിൽ ക്രെഡിറ്റ് ചെയ്യണം. ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് കോളത്തിൽ ഡെബിറ്റ് ചെയ്യണം 4,000. ഓക്കെ. ദെൻ പർച്ചേസ് ചെയ്ത് ക്യാഷ് പർച്ചേസ് ആണ്. പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ആണ്. ബൈ പർച്ചേസ് എന്ന് പറഞ്ഞ് ക്യാഷ് കോളത്തിൽ കാണിക്കുന്നു. ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് അപ്പോൾ അത് ഒരു കോൺട്രാൻഡറി ആണ്. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതും കോൺട്രാൻഡറി ആയിട്ട് എഴുതേണ്ടതാണ് അല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്കാണ്. ടു ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ ക്യാഷ് കോളത്തിൽ 5,000 എഴുതണം. ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് ബാങ്ക് കോളത്തിൽ 5,000 കാണിക്കണം. സി എന്ന് ലെഡ്ജർ ഫോളിയോയിൽ LF കാണിക്കുകയും വേണം. ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് എന്നാണ്. അപ്പോൾ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ആണല്ലേ. അപ്പോൾ നമ്മൾ ബൈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് ക്യാഷ് കോളത്തിൽ കാണിക്കണം. കമ്മീഷൻ റിസീവ്ഡ് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു കമ്മീഷൻ എന്ന് പറഞ്ഞ് ക്യാഷ് കോളത്തിൽ കാണിക്കണം. റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക് റെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ഇപ്പോൾ ബൈ റെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് കോളത്തിൽ കാണിക്കണം. സാലറി പെയ്ഡ് സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ബൈ സാലറി എന്ന് പറഞ്ഞ് ക്യാഷ് കോളത്തിൽ കാണിക്കണം അല്ലേ. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ബാലൻസ് ചെയ്താൽ മതി അല്ലേ. ഇതാണ് നമ്മുടെ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. നോക്കുക ഇവിടെ ചെയ്തിരിക്കുന്നതൊക്കെ നോക്കുക കേട്ടോ. ഇപ്പോൾ കോൺട്രാൻഡറിയൊക്കെ ഇതിലൊക്കെ വന്നിട്ടുണ്ട് നോക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. വേജസ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ക്യാരേജ് ഇൻവേർഡ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ക്യാരേജ് ഔട്ട്വേർഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. മെഷീനറി
നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. ഡെപ്റ്റേഴ്സ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ, ബാഡ് ഡെപ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, അഡ്വർടൈസ്മെൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, ക്യാപിറ്റൽ നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ, ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ, ഫർണിച്ചർ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ അല്ലേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നത്. അഡീഷണൽ ഇൻഫർമേഷൻ വരുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് 5000 രൂപ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും 5000 രൂപ കാണിക്കണം. ബാഡ് ഡെപ്റ്റ് 1200 രൂപ, അത് ഫർദർ ബാഡ് ഡെപ്റ്റ് ആണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡിൽ 1200 കാണിക്കണം. 2/3 ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷത്തേക്ക് അഡ്വർടൈസ്മെൻറ്റ് 2/3 ഭാഗം അടുത്ത വർഷത്തെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എമൗണ്ടിൻ്റെ ഒരു 2/3 കണ്ടുപിടിക്കുക. അത് നമ്മൾ പ്രീപെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ഈ അഡ്വർടൈസ്മെൻറ്റിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കുറച്ച് കാണിക്കണം അല്ലേ. എന്നിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുകയും വേണം പ്രീപെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് 30,000-ൻ്റെ 2/3 ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടത്. ഈ 30,000 നിന്ന് ആ ഒരു 2/3 കുറച്ച് കാണിക്കുകയും വേണം. ഞാൻ ആൻസർ കാണിക്കുമ്പോൾ നിങ്ങളത് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ദെൻ ഡിപ്രീസിയേഷൻ മെഷീനറിയുടെ 10% ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫർണിച്ചറിൻ്റെ 5% കണ്ടുപിടിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 2 ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ചെയ്യണം. കൂടാതെ ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ മെഷീനറിയുടെ എമൗണ്ടിൽ നിന്ന് ഈ ഡിപ്രീസിയേഷൻ ഫർണിച്ചറിൻ്റെ എമൗണ്ടിൽ നിന്ന് ഈ ഒരു 5% ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ച് കാണിക്കുകയും വേണം അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അത് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരണം അല്ലേ. അപ്പോൾ തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് കാണിച്ചിരിക്കുന്നത് ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഗ്രോസ് പ്രോഫിറ്റ് 74,000 രൂപയാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഇങ്ങോട്ട് എടുത്തെഴുതുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ നെറ്റ് പ്രോഫിറ്റ് വരുന്നത് 24,800 ആണ്. ഇവിടെ നോക്കുക, അഡ്വർടൈസ്മെൻറ്റിൻ്റെ 2/3 30,000-ൻ്റെ 2/3 20,000 കുറച്ചിട്ട് ബാക്കിയുള്ള 10,000 നമ്മൾ ഈ വർഷം കാണിച്ചിട്ടുള്ളൂ അല്ലേ. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 20,000 ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ നമുക്ക് ഡിപ്രീസിയേഷൻ മെഷീനറിയുടെ 3,500-900 ഒക്കെയാണ്. അത് നമ്മൾ ബാലൻസ് ഷീറ്റ് കാണിക്കുമ്പോൾ 3,500-900 കുറച്ച് നമ്മളിവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. ബാക്കി ഇവിടെ കാണിക്കാവുള്ളൂ. നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ബാലൻസ് ഷീറ്റ് ടോട്ടൽ നമുക്ക് വരിക 98,400 അല്ലേ. അപ്പോൾ ഇത്രയാണ് വരുന്നത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാം നിങ്ങൾ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, എത്ര മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, എക്സാമിനെ സംബന്ധിച്ച് എത്ര മാർക്ക് കിട്ടും, അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. അതിനുവേണ്ടി പരമാവധി ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും മറ്റ് ഗ്രൂപ്പുകളൊക്കെ ഇതൊന്ന് ഇട്ടുകൊടുക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക്